സോ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ നല്ല ഒരു ഓർഗാനിക് കെമിസ്ട്രിയിലെ GOC ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് പ്രോപ്പർ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. കൺസിഡർ ദ ഡെപിക്റ്റഡ് ഹൈഡ്രജൻ ഇൻ ദ ഹൈഡ്രോ കാർബൺസ് ഗിവൺ ബിലോ. ശരി, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തന്നിരിക്കുന്ന കോമ്പൗണ്ടുകളിൽ അവർ ഹൈലൈറ്റ് ചെയ്ത ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് എന്താ വേണ്ടത്? ആ ഹൈഡ്രജനുകളിൽ ആരാണ് മോസ്റ്റ് അസിഡിക് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ആസിഡിക് സ്ട്രെങ്ത്തും ബേസിക് സ്ട്രെങ്ത്തും ഒക്കെ പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആസിഡിക് സ്ട്രെങ്ത് ഓഫ് എ കോമ്പൗണ്ട് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കോൺജുഗേറ്റ് ബേസ് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു കോൺജുഗേറ്റ് ആനയോൺ കിട്ടും. ആ കോൺജുഗേറ്റ് ആനയോണിന്റെ സ്റ്റെബിലിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ അതിന്റെ അസിഡിക് സ്ട്രെങ്ത് പറയേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ 4 കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. ആ 4 കോമ്പൗണ്ടുകളിൽ അതിന്റെ കോൺജുഗേറ്റ് ആനിയോൺ നമുക്ക് ആദ്യം എടുക്കാം. എന്നിട്ട് ആ കോൺജുഗേറ്റ് ആനിയോണിനെ നമ്മുടെ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമുക്കൊന്ന് അസസ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആനിയോൺ ഏതാണോ അതാണ് മോർ അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ട് വരിക. അപ്പൊ മക്കൾ നോക്കൂ, ഇവിടുന്ന് ഞാൻ ഹൈഡ്രജനെ H+ റിമൂവ് ചെയ്തു, ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഇവിടുന്ന് ഹൈഡ്രജനെ റിമൂവ് ചെയ്തു, ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഇവിടെ ഈ ഹൈഡ്രജനെ റിമൂവ് ചെയ്തു, ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഇവിടെ ഈ ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് നെഗറ്റീവ് ചാർജ് വന്നു. ഓക്കെ, സോ ഞാനത് ആ സ്ട്രക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രക്ചർ. രണ്ടാമത്തെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്ട്രക്ചർ. സിയിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്ട്രക്ചർ. ഫോർത്ത് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് അവര്. ഓക്കെ, ഇങ്ങനെ 4 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇനി നമ്മൾ ഈ 4 കോമ്പൗണ്ടുകളുടെ അല്ലെങ്കിൽ ഈ 4 കോൺജുഗേറ്റ് ആനയോണിന്റെ സ്റ്റെബിലിറ്റി അസസ് ചെയ്യണം. അപ്പൊ ഇവിടെ സ്റ്റെബിലിറ്റി അസസ് ചെയ്യാൻ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് സ്റ്റെബിലിറ്റി അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് പ്രിഫറൻസ് എന്തിനാ കൊടുക്കേണ്ടത്? റെസൊണൻസിനാണ്. പിന്നെയാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ, പിന്നെയാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, അങ്ങനെയാണല്ലോ നമ്മുടെ ഓർഡർ. അപ്പൊ ഇവിടെ എല്ലാം കോൺജുഗേറ്റഡ് സിസ്റ്റം ആണെന്ന് കാണാൻ പറ്റും. അപ്പൊ കോൺജുഗേറ്റഡ് സിസ്റ്റം ആണ് എല്ലാം എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ സ്റ്റെബിലിറ്റി പറയാം? ഇപ്പൊ കോൺജുഗേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് ഈ കോൺജുഗേഷനിൽ അല്ലെങ്കിൽ ഈ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ എവിടെയെങ്കിലും അരോമാറ്റിസിറ്റി അക്വയർ ചെയ്യപ്പെടുന്നുണ്ടോ? ഇതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പം അരോമാറ്റിസിറ്റി അക്വയർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അരോമാറ്റിസിറ്റി അക്വയർ ചെയ്യുന്ന കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതിനാണ് ഫസ്റ്റ് പ്രിഫറൻസ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും സ്റ്റേബിൾ. ഇനി 4 കോമ്പൗണ്ടും അരോമാറ്റിസിറ്റി അക്വയർ ചെയ്യുന്നില്ലെങ്കിൽ എവിടെയാണ് എക്സ്റ്റെൻഡഡ് റെസണൻസ് വരുന്നത് എന്ന് നോക്കാം. എക്സ്റ്റെൻഡഡ് റെസണൻസും ഒരേപോലെയാണെങ്കിൽ പിന്നെ നമ്മൾ റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് മാറ്റി വെച്ചുകൊണ്ട് അതിൽ വരുന്ന മറ്റ് സ്റ്റെബിലിറ്റി ഇഫക്ട്സിലേക്ക് വരണം. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് പരിഗണിച്ചുകൊണ്ട് അതിനെ അസസ് ചെയ്യാം. സോ നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ തന്നിരിക്കുന്നത് ഇതിപ്പോൾ റെസണൻസ് സ്ട്രക്ചർ ആണ്. ഇത് എന്തായാലും റെസണേറ്റ് ചെയ്ത് നെഗറ്റീവ് ചാർജിന്റെ ലൊക്കേഷൻസ് വിവിധ കോർണേഴ്സിലേക്ക് വരും. അങ്ങനെ വരുന്ന സ്ട്രക്ചേഴ്സിൽ എവിടെയെങ്കിലും നമുക്ക് അരോമാറ്റിസിറ്റി അക്വയർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സോ ജസ്റ്റ് നമുക്ക് വരച്ചു നോക്കിയാൽ തന്നെ ഏകദേശം അസസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ ഡബിൾ ബോണ്ട് ആകുമ്പോൾ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഈ നെഗറ്റീവ് ചാർജിന്റെ പ്രസൻസ് കാരണം അപ്പൊ ഇവിടെ സിംഗിൾ ബോണ്ട് ആയി, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതൊരിക്കലും നമുക്ക് എന്ത് തരില്ല? നമുക്ക് അരോമാറ്റിസിറ്റി തരുന്നില്ല. കാരണം ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആണ്. നമുക്ക് അറിയാം 6 ഇലക്ട്രോൺസ് എങ്കിലും വരണം. ഇനി ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ബോണ്ട് ആയി, ഇത് ഇങ്ങോട്ടേക്ക് പോയി, നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് പോയി. അപ്പൊ അവിടെ ഒരു രീതിയിലും അരോമാറ്റിസിറ്റി അഥവാ ക്വാസി അരോമാറ്റിക് കണ്ടീഷനിലേക്ക് അത് വരുന്നില്ല. അപ്പം ഇവിടെ ഈ ദിസ് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ക്വാസി അരോമാറ്റിക് ആവാതെ തന്നെ അതെന്ത് ചെയ്യാണ്? ബൈപ്പാസ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് നേരെ കോർണറിലേക്ക് വരുന്നു. ഇനി നിങ്ങൾ ആ സ്ട്രക്ചർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു, ഇത് ഡബിൾ ബോണ്ട് ആയി, അല്ലേ?
ഈ സ്ട്രക്ചർ എന്താ? ദിസ് ഇസ് ക്വാസി അരോമാറ്റിക്. കാരണം ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇവിടെ 6 പൈ ഇലക്ട്രോൺസ് കോൺജുഗേഷൻ ഇൻ ടാൻഡം ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് എന്താണ്? ഇത് ക്വാസി അരോമാറ്റിക് ആണ്. സോ ഇത് ജനറലി നോൺ അരോമാറ്റിക് ആണ്. ദിസ് ഇസ് ക്വാസി അരോമാറ്റിക് ആണ്. ഇനി അടുത്തത് ഇവിടെ അടുത്ത നിങ്ങൾ നോക്കുക, ഈ കോമ്പൗണ്ട് ഇങ്ങോട്ടേക്ക് ഇവിടെ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്നു, അപ്പൊ നെഗറ്റീവ് ചാർജ് ഇവിടെ വന്നു. സോ ഇത് എന്തല്ല, ഇവിടെ ക്വാസി അരോമാറ്റിസിറ്റി വരുന്നില്ല, ഇവിടെ എന്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, കോൺജുഗേഷൻ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് അഗെയിൻ നോൺ അരോമാറ്റിക് ആണ്. ഇനി അടുത്ത നോക്കുക, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. സോ ഇത് നേരെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയും കോൺജുഗേഷൻ ബ്രേക്ക് ആയിട്ടുണ്ട്. എവിടെ കോൺജുഗേഷൻ ബ്രേക്ക് ആയിട്ടുള്ള, ഇവിടെ കോൺജുഗേഷൻ ബ്രേക്ക് ആണ്. സോ അവിടെ 6 പൈ ഇലക്ട്രോൺസിന്റെ കോൺജുഗേഷൻ നമുക്ക് അവിടെയും കാണാൻ പറ്റില്ല. സോ ഈ സാധനം എന്ത് തന്നെയാണ്? നോൺ അരോമാറ്റിക് ആണ്. സോ വിച്ച് ഇസ് മോർ അസിഡിക് എന്ന് ചോദിച്ചാൽ ദി ആൻസർ ഇസ് ബി. സോ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള അതേപോലെ തന്നെ അതേ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാന്നുള്ളതാണ്. കോൺജുഗേറ്റഡ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ കോൺജുഗേഷൻസ് അസസ് ചെയ്ത് അവിടെ എവിടെയെങ്കിലും ആ കോൺജുഗേഷനിൽ അവിടെ എവിടെയെങ്കിലും അരോമാറ്റിസിറ്റി എക്വയർ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും സ്റ്റേബിൾ. ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കുക, നമ്പർ ഓഫ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നോക്കുക, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാക്കിയുള്ള എഫക്ട്സ് നോക്കുക. അങ്ങനെയാണ് അത് പോകേണ്ടത്. ഓക്കെ അല്ലേ? സോ ദിസ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് GOCന്റെ ഭാഗമായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്.